Hello everyone, welcome to Disha Academy. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു SSCയുടെ എക്സാം കലണ്ടറിനെ പറ്റി. കാരണം 2024 SSC എക്സാംസ് ഒക്കെ ഓൾമോസ്റ്റ് എൻഡായി. അത് കഴിഞ്ഞിട്ടാണല്ലോ റെയിൽവേ തുടങ്ങിയത് തന്നെ. അപ്പോൾ നമുക്കറിയാം SSC RRB എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഏറ്റവും മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കുള്ള നമ്മുടെ എൻട്രിയാണ് SSCയും RRBയും. അപ്പോൾ അതിലേക്കുള്ള എൻട്രിയുടെ 2025-26 കലണ്ടറാണ്, ടെൻറ്റേറ്റീവ് കലണ്ടറാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ വരുന്ന ടെൻറ്റേറ്റീവ് കലണ്ടറാണ് 2025-2026 കലണ്ടർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം 2024 നമുക്ക് എക്സാം എൻഡ് ചെയ്ത് ഇപ്പോൾ എന്തായാലും SSCയുടെ GDയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ SSCയുടെ കലണ്ടർ അങ്ങ് അവസാനിക്കുകയാണ്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൻ്റെ കലണ്ടർ അവസാനിക്കുകയാണ്. അത് തന്നെ വൈകിക്കാണ്ട് തന്നെ അവരെന്ത് ചെയ്തു, അടുത്ത കലണ്ടറും പബ്ലിഷ് ചെയ്യാണ്. കാരണം ഇനിയിപ്പോൾ 2024 മികച്ച പെർഫോമൻസ് കാണിക്കാൻ പറ്റാത്തവരാണ്, അല്ലെങ്കിൽ റിസൾട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചാൻസുമായിട്ട്, രണ്ടാമത്തെ അല്ല, ഇതൊരുപാട് ചാൻസുകളാണ്. കാരണം എല്ലാ വർഷവും നിങ്ങൾക്ക് തരുന്ന ഒരു ചാൻസ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ഫ്ലോയിൽ തന്നെ ആ ഒരു രീതിയിൽ പഠിച്ചു വന്ന രീതിയിൽ തന്നെ വീണ്ടും നന്നായി പഠിക്കാനുള്ള നിങ്ങളുടെ ഒരു മികച്ച ചാൻസ് ആണ്. അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള കലണ്ടർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാമെന്നുള്ള ഒരു കാര്യമാണ് അവർ ഇതിൽ കൂടെ അറിയിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ നമ്മുടെ ലാസ്റ്റ് SSC GD അവസാനിക്കുന്നത് ഈ പറയുന്ന ഫെബ്രുവരി 2 തുടങ്ങി 25 വരെയുള്ള ഡേറ്റിനാണ് GD നടക്കാൻ പോകുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ SSCയുടെ 2025 പബ്ലിഷ് ചെയ്ത, 2024 പബ്ലിഷ് ചെയ്യുന്നത് NDA ആണ്. അത് കഴിഞ്ഞ് 2025 തുടക്കം തന്നെ വരുന്നത് കഴിയുന്ന 28 ഫെബ്രുവരി തൊട്ടേ അവർ അഡ്വർടൈസ്മെന്റ് ഇട്ട് തുടങ്ങുകയാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാം SSC എത്രത്തോളം ആ സൈക്കിൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. 25 ഫെബ്രുവരി അവരുടെ കഴിഞ്ഞ പ്രീവിയസ് ഇയർ കലണ്ടർ അവസാനിക്കുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അടുത്ത 28 ഫെബ്രുവരി തൊട്ട് അവരുടെ ഓരോ എക്സാംസ് ആയിട്ട് അവർ വിളിച്ചു തുടങ്ങുകയാണ്. അത്രത്തോളം അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കൃത്യനിഷ്ഠത കാണിക്കുമ്പോൾ നമ്മളും എന്ത് ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് വരാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. നമുക്കറിയാം, ഈ കോമ്പറ്റീഷൻ വേൾഡിൽ ഒരുപാട് കുട്ടികൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്, ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ജോലി മേടിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാവട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ എക്സാംസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ആണ്, ഉള്ളവർക്ക് വേണ്ടിയാണ്. ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ആണ് വരുന്നത്. JSA LDC ഗ്രേഡ് ലിമിറ്റഡ് ആണ്. 28 പബ്ലിഷ് ചെയ്യുന്നെങ്കിലും എക്സാം മന്ത് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏപ്രിൽ മെയ്ക്കാണ് അടുത്ത് ഡേറ്റ് വന്നു തുടങ്ങുന്നത്. SSCയുടെ കലണ്ടർ അനുസരിച്ച് ഏപ്രിൽ മെയ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, SSA UDC ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ആണ് വിളിച്ചിട്ടുള്ളത്. ആദ്യത്തെ 3 ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ആണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരിയിലും മാർച്ചിലും വരും. അത് കഴിഞ്ഞ് ലാസ്റ്റ് അതിന്റെ മന്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പറയുന്നത് ഏപ്രിൽ മെയ് എന്ന് പറയുന്ന ഒരു ടൈമിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഡിപ്പാർട്ട്മെന്റലിൽ ഉള്ളവർക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് പറയുന്നത്. ഇനി അടുത്ത് ഫസ്റ്റ് എക്സാമിനേഷൻ നമുക്ക് എല്ലാവർക്കും ന്യൂ ആയിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞത് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. ഫേസ് 12 ഫേസ് 13 സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ആണ് ആദ്യം വരുന്നത്. അത് ഏപ്രിലിൽ റിലീസ് ആവും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് ഏപ്രിലിൽ റിലീസ് ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം വരുന്നത് ജൂൺ ജൂലൈ. അതായത് SSCയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സാം കലണ്ടർ എന്ന് പറയുന്നത് അടുത്ത വർഷം എന്ന് പറയുന്ന ജൂൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 6 months എന്ന രീതിയിൽ തന്നെ പഠിച്ച് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിൻ്റെയും സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇപ്പോൾ ഒരു ആ പാറ്റേൺ നിങ്ങൾക്ക് കിട്ടിക്കാണും. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇനി മുന്നോട്ട് ആ രീതിയിൽ ആ ഒരു കൃത്യമായ ഡയറക്ഷൻ സെറ്റ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ജൂണിലാണ് ഫസ്റ്റ് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ വരുന്നത്. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ, SSCയുടെ തന്നെ ഏറ്റവും മികച്ച എക്സാമിനേഷനായ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ CGL ഡിഗ്രി പ്രിലിംസ് എന്നുള്ള രീതിയിൽ നടക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷനായ ടയർ 1 നടക്കാൻ പോകുന്നത്. CGLന്റെ ടയർ 1 നടക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്നതാണ്. SSCയിൽ ഓരോ സ്റ്റുഡൻസും കാത്തിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷനായ CGL നടക്കുന്നത് എന്നാണ്. ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വരും. അത് നടക്കാൻ പോകുന്നത് ജൂൺ ജൂലൈയിൽ തന്നെയാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. ജൂലൈ എന്നുള്ള ഒരു ടൈം ഷെഡ്യൂളിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അതിനായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. നിങ്ങൾക്ക് 6 months ടൈം കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ യൂണിഫോം പോസ്റ്റ് ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. ഡൽഹി പോലീസിലെ SI പോസ്റ്റ് ആണ്. അതും ഡിഗ്രി
ലെവൽ ക്വാളിഫിക്കേഷൻ ആണ്. അതിന്റെ പേപ്പർ 1 ആണ്. അത് നടക്കുന്നത് മെയ്യിൽ നോട്ടിഫിക്കേഷൻ വരും, ജൂലൈ ഓഗസ്റ്റിനായിരിക്കും അതിന്റെ എന്ത് ചെയ്യുന്നത് എക്സാം നടക്കുന്നത് കേട്ടോ. സബ് ഇൻസ്പെക്ടർ നടക്കാൻ പോകുന്നത് എന്നാണ് ജൂലൈ ഓഗസ്റ്റിലാണ് സബ് ഇൻസ്പെക്ടർ. ഓക്കെ, അപ്പോൾ ആദ്യം CGL സബ് ഇൻസ്പെക്ടർ, അത് കഴിഞ്ഞത് ഇപ്പോൾ CHSL +2 ലെവലിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ആയ CHSL നടക്കാൻ പോകുന്നത് ജൂലൈ ഓഗസ്റ്റ് എന്ന ടൈമിലാണ്. അപ്പോൾ ജൂൺ ജൂലൈയിൽ CGL നടക്കുന്നെങ്കിൽ ജൂലൈ ഓഗസ്റ്റിലായിരിക്കും എന്ത് നടക്കുന്നത് CHSL നടക്കുന്നതെന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ ഉടനെ തന്നെ MTS 10ാം ക്ലാസ് യോഗ്യതയിൽ എഴുതാൻ പറ്റുന്ന MTS ആൻഡ് ഹവൽദാർ എക്സാമിനേഷൻ അത് നടക്കുന്നത് എങ്ങനെയാണ് 26 ജൂണിന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത് എക്സാമിനേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ മാസം ഇടവിട്ട് വരുന്നെന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 മാസം ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടാർഗറ്റ് സെറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് നിമിഷത്തേക്ക് വച്ചിട്ട് ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ MTS കഴിഞ്ഞ ഉടനെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് D വരുന്നുണ്ട്. അത് ഏകദേശം ജൂലൈയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഒക്ടോബർ നവംബറിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് സ്റ്റെനോഗ്രാഫർ എക്സാം വരുന്നത്. അപ്പോൾ സ്റ്റെനോ ഒക്കെ ഇതുവരെയും അറിയാത്തവരാണ്, അത് പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാനും ഉള്ള ഒരു ടൈം ഉണ്ട്. ഇപ്പം എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെന്നായാലും സ്റ്റെനോ പഠിക്കുന്നവരാണെങ്കിൽ, പുറത്ത് പോയി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന സ്റ്റെനോ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. ഒന്നിനും ഇനി ഒരു ലാഗ് വരുത്തരുത്. പുതിയൊരു വർഷമാണ്, ആ പുതിയ തുടക്കം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്ത് ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാമിനേഷൻ ആണ്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ SSC JE എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, SSC JEയിൽ വരുന്നത്. SSCയിൽ RRB JE ഉണ്ട്, SSC JE ഉണ്ട്. ഇത് SSC JE ആണ്, സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കലിന്റെ എക്സാം പേപ്പർ 1 വരുന്നത് 5 ഓഗസ്റ്റിന് റിലീസ് ചെയ്യും. ഒക്ടോബർ നവംബറിലായിരിക്കും എക്സാം വരുന്നത്. ഇനി അടുത്ത് വരുന്നത് കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സ് എക്സാമിനേഷൻ. അത് ഹിന്ദി ട്രാൻസ്ലേഷൻ, ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്കുള്ള ഒരു ചാൻസ് ആണ്. പേപ്പർ 1 ആണ്. അത് ഓഗസ്റ്റിൽ റിലീസ് ചെയ്യും, ഒക്ടോബർ നവംബറിൽ എക്സാം കാണുമെന്നാണ് പറയുന്നത്. പിന്നെ ഇനി എന്താണ് കോൺസ്റ്റബിൾ, നമ്മൾ ഡൽഹി പോലീസിന്റെ SI ആണ് നേരത്തെ പറഞ്ഞത്. ഇനി ഡൽഹി പോലീസിന്റെ തന്നെ കോൺസ്റ്റബിളും വിളിക്കും. അത് വിളിക്കുന്നത് എപ്പോഴാണ്, സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം അടുത്ത വർഷം ലാസ്റ്റോടെ നവംബർ ഡിസംബർ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. +2 ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ, കഴിയാൻ പോകുന്നവരാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് സൈഡിൽ കൂടെ നോക്കാനായിട്ട് ശ്രമിക്കുക. കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ്, അത് എന്താണ് +2 യോഗ്യതയാണ്. 2 സെപ്റ്റംബറിന് നോട്ടിഫിക്കേഷൻ വരും. നവംബർ ഡിസംബർ സമയത്ത് എന്ത് വരും, നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ആവാൻ പറ്റും. ഓക്കെ, എക്സാം വരും. ഓക്കെ, അടുത്ത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ കാറ്റഗറിക്ക് മാത്രമുള്ള കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സാമിനേഷൻ ഉണ്ട്. അതും വരുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ പോസ്റ്റിൽ ഡൽഹി പോലീസിൽ കയറാനുള്ള ഹെഡ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻ ആണെങ്കിൽ അതെന്താണ്, ഹെഡ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻ ആണെങ്കിൽ അതും ഒന്ന് വരുന്നുണ്ട് ഡിസംബറിൽ തന്നെ. അപ്പോൾ ഡൽഹി പോലീസിന്റെ തന്നെ എന്തൊക്കെ ഉണ്ട്, SI ഉണ്ട്, കോൺസ്റ്റബിൾ ഉണ്ട്, ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട്. അങ്ങനെ മിനിസ്റ്റീരിയൽ പോസ്റ്റിലൊക്കെ പല രീതിക്ക് അവർ വിളിക്കാറുണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, ഡൽഹി പോലീസ് നിയമിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൽ കൂടെ കയറുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. യൂണിഫോം പോസ്റ്റുകളാണ് കേട്ടോ ഇതൊക്കെ. ഇനി അടുത്ത് ഹെഡ് കോൺസ്റ്റബിൾ തന്നെ പല രീതിക്ക്, ഇത് അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ, അതിൻ്റെ അകത്തുള്ള പോസ്റ്റുകളൊക്കെ തന്നെയാണ് പറയുന്നത്. ഏകദേശം ഡിസംബർ ജനുവരി 2026 കൂടെ കലണ്ടർ അവർ ഒരുമിച്ചാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസംബർ മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ യൂണിഫോം പോസ്റ്റിന്റെ കാര്യം വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഗ്രേഡ് C സ്റ്റെനോഗ്രാഫറും പറയുന്നുണ്ട്. അതിന്റെ പേപ്പർ 1 വരുന്നത് ഗ്രേഡ് Cക്ക് മാത്രമുള്ള സ്റ്റെനോഗ്രാഫർ ജനുവരി ഫെബ്രുവരിയിൽ വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ കഴിയുന്ന 2025 ഫെബ്രുവരിയിൽ കഴിയുന്ന GD എക്സാമിനേഷൻ കഴിഞ്ഞ് അവർ പിന്നെ വിളിക്കുന്ന എപ്പോഴാണ്, അടുത്ത മാർച്ച് ഏപ്രിൽ 2026 എന്ത് ചെയ്യുന്നത്, അടുത്ത കോൺസ്റ്റബിൾ GD വിളിക്കുന്നതെന്ന് ആലോചിക്കുക. 10ാം ക്ലാസ് യോഗ്യതയിൽ നമ്മുടെ സെൻട്രൽ ആംഡ് പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് കയറാൻ പറ്റുന്ന എൻട്രിയാണ് കോൺസ്റ്റബിൾ GD എന്ന് പറയുന്നത്. അത് നടക്കാൻ പോകുന്നത് ഇനി 2026 മാർച്ച് ഏപ്രിലാണ്. കാരണം ഈ വർഷം 2 GD ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് കേട്ടോ. അടുത്ത വർഷത്തേക്ക് ഇനി GD ഉള്ളൂ. പിന്നെ വരുന്നത് JSLDC, വീണ്ടും ഡിപ്പാർട്ട്മെന്റൽ പോസ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണോ തുടങ്ങുന്നത് അങ്ങനെ തന്നെ എൻഡ് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത് കേട്ടോ. ജനുവരി ഫെബ്രുവരിയിൽ ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ വന്നാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കാര്യം മനസ്സിലാക്കുക. CGL എപ്പോഴാണെന്ന് കൃത്യമായിട്ട് അറിയുക. ഡൽഹി പോലീസ് മനസ്സിലാക്കുക. എന്തായാലും നിങ്ങൾക്ക് ഒരു 6 months ടൈം കൃത്യമായിട്ട് ഒരു രീതിയിൽ പഠിക്കാനായിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇത് ടെൻറ്റേറ്റീവ് കലണ്ടറാണ്. ചില മാറ്റങ്ങൾ അവർ എന്ത് ചെയ്യാം, വീണ്ടും വരുത്താം. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്ന് എന്തെങ്കിലും ഒരു രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെഡ്യൂൾ മാറ്റേണ്ട അവസ്ഥകൾ വരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇടയിൽ റെയിൽവേയും കൂടെ നടക്കുന്നുണ്ട്.
അതിൻ്റെയൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ലക്ഷ്യം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് എക്സാമിന് വേണ്ടിയാണോ അതിൻ്റെ ആ ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ വെച്ചിട്ടായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എന്തായാലും മുന്നോട്ടേ പോകത്തുള്ളൂ. എന്തായാലും ഏറ്റവും ഫ്രണ്ടിലോട്ട് അതെന്തായാലും വരത്തില്ല. അപ്പം ആ ഒരു രീതിയിൽ ചിന്തിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആക്കിയേക്കാം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 2025 എന്ന് പറഞ്ഞൊരു വർഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി തന്നെ യൂട്ടിലൈസ് ചെയ്ത് ജയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.